3 പേർക്കും കലോത്സവത്തിന്റെ ഓർമ്മകൾ കാണുന്നുണ്ടാവുമല്ലോ തീർച്ചയായും. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിക്കോളും. തൃശ്ശൂർ എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയാണ്. കാരണം ആദ്യമായിട്ട് സംസ്ഥാന യുവജനോത്സവത്തിൽ എനിക്ക് ഒരു പ്രൈസ് കിട്ടുന്ന തൃശ്ശൂരാണ്. അപ്പൊ അതല്ല, വൈബ് വേണമെങ്കിൽ തൃശ്ശൂർ വേണം. ഭാഗ്യവും അതില്ലാതെ ഞാൻ പറയുന്നില്ല, പറയാൻ പറ്റില്ല എനിക്ക്. പിന്നെ തൃശ്ശൂരുകാരുടെ സ്നേഹം ഒരുപാട്. അത് എനിക്ക് ലൈറ്റ് മ്യൂസിക് ആയിരുന്നു. ഓർമ്മയുണ്ടോ? പാട്ട് ഓർമ്മയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. നമുക്ക് അത് 2 പേര് കേൾക്കുന്നതായിരിക്കില്ലേ നല്ലത്. പാലപ്പൂ ഇതെല്ലൊക്കെ നമ്മളെ കാത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് സ്പെഷ്യലാണ്. തീർച്ചയായിട്ടും അല്ലേ? പഴയൊരു പഴമയേറും 4 കെട്ടിൽ ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പാടിത്തരാം. ഇതിന്റെ ഇടയിൽ പഴമയേറും 4 കെട്ടിൽ നിന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്. വേറെ പാട്ട് അവിടെ നല്ല ശബ്ദമാണ്. ശരി, അപ്പൊ നമുക്ക് ഇനി മണികണ്ഠൻ അയ്യപ്പന്റെ കലോത്സവ ഓർമ്മകൾ എന്താണ്? കലോത്സവമായിട്ട് വരുമ്പോ ഒരുപാട് ഓർമ്മകളുണ്ട്. എനിക്ക് ഏറ്റവും ഞാൻ സ്റ്റേറ്റിലേക്ക് എത്തിയത് പാട്ടിലല്ല. അതാണ്. ഞാൻ ലളിതാനത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാം ജില്ല വരെ എത്തി തിരിച്ചു പോകും. സ്റ്റേറ്റിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് പെൻസിൽ ഡ്രോയിങ്ങിലാണ് വിന്നറായിരുന്നത്. പെൻസിൽ ഡ്രോയിങ് സ്റ്റേറ്റിലെത്തിയ ഒരു കലാകാരൻ കൂടിയാണ്. അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വിവരമാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ വിവരം. അപ്പൊ അതായിരുന്നു സ്റ്റേറ്റ് കലോത്സവത്തില് എനിക്ക് അങ്ങനെയാണ് രംഗപ്രവേശനം ചെയ്യാൻ പറ്റിയിട്ടുള്ള. പാട്ടുണ്ടായിരുന്നു ലളിതാനം. അത് ജില്ല വരെ എത്തി താഴെ പോകും. പിന്നെ ഒരുപാട് കാലം ഈ ഗ്രാഫിക് ഡിസൈനിങ്ങും ഈ ചിത്രകലയും ഹാർഡ് വർക്ക് ചെയ്ത്. ഇനി സന്നിധാനത്തിന്റെ കലോത്സവ ഓർമ്മകൾ, വിശേഷങ്ങൾ എങ്ങനെയാണ്? എൻ്റെ കലോത്സവ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ജില്ല വരെ വരാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വരണമെങ്കിൽ കുറേ കാശ് വേണം. പിന്നെ ഞങ്ങളൊരു സാധാരണ സ്കൂളായിരുന്നു. തയ്യൂര് ഗ്രാമത്തിലൊരു സ്കൂളാണ്. പക്ഷേ മണികണ്ഠൻ പറഞ്ഞില്ലേ, നേരത്തെ മണികണ്ഠൻ പറഞ്ഞ മറ്റേ ചിത്രം വരെ മാത്രമായിരുന്നു. പക്ഷേ ഞങ്ങൾ 2 ആളും കൂടെ ലൈറ്റ് മ്യൂസിക്കിന് ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് ഡി സോണിൽ. അത് ഞാൻ കേരളവർമ്മ, ഇദ്ദേഹം സെന്റ് തോമസ്. അങ്ങനെ ഡി സോൺ ഇന്റർസോൺ മത്സരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട് ലൈറ്റ് മ്യൂസിക്കിന് വേണ്ടിയിട്ട്. അതാണ് എനിക്കെപ്പോഴും കലാലയത്തിൽ മത്സരിച്ചതാണ് ഓർമ്മ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും സ്കൂൾ യുവജനോത്സവം സത്യം പറഞ്ഞാൽ 64 കലകൾ, 64ാമത് സംഗീത എന്താ പറയുക കൗമാര കലകൾ, 64 കലകളും 64ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവവും. അതൊരു വലിയൊരു കോയിൻസിഡൻസ് ആണ്. ആ വാക്കുകൾ വന്നതും ആ കലയുടെ തൃശ്ശൂർ വരെ ചെയ്തു. അത് തൃശ്ശൂർ വരെ. അതാണ്. അല്ല പിന്നെ മറ്റൊരു BK ഹരിയേട്ടന്റെ കാര്യം നമ്മൾ സംസാരിച്ചില്ല. ഹരിയേട്ടനാണ് എന്നോട് ഈ പാട്ട് എനിക്ക് അങ്ങനെയാണ് ഞാൻ നിഷാനിലേക്ക് കൊടുക്കുന്നത്. ഹരിയാണ് ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് എന്ന് പറയാം. ഹരി വഴിയാണ് ഞങ്ങളെല്ലാം പരിചയപ്പെടുന്നത്. ഞങ്ങൾ കൂടുതലാണ് ഈ പൂരം എന്നുള്ള വേർഡ് തന്നെ തുടങ്ങി വെച്ചത്. പിന്നെ ഇനി വിശേഷം പറച്ചിലിനിടയിൽ കുറച്ച് പാട്ടുകളൂടെ ആവാം. കണ്ടു കൊതി തീർന്നിട്ടില്ല. അതി പിടിക്കാം. കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ കുഞ്ഞിക്കുയിലേ മഞ്ഞുപോലെ മഴ പെയ്തു നിന്നെ ഉണർത്താം കണി കണ്ടു കൊതി കൊണ്ടു നിന്നു കുയിലേ. നമുക്ക് ഈ സായാഹ്നത്തിലേക്ക് പറ്റി ഒന്നാമത്തെ കാര്യം, കലോത്സവം കണ്ട് കൊതി തീർന്നിട്ടില്ല ആർക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും തീർന്നിട്ടില്ല. 2 കാര്യങ്ങളായിരുന്നു കലോത്സവത്തിൽ എനിക്ക് പ്രധാനം. ഞാൻ കഴിഞ്ഞ പോലെ കോഴിക്കോട് വെച്ച് നടന്നപ്പോഴും ഞാൻ അവിടെ പോയി. എന്തിനാണെന്നറിയോ? 2 കാര്യം. ഒന്ന്, ഒരു ലൈറ്റ് മ്യൂസിക് വേദിയിൽ പോയി പാട്ട് കേൾക്കാനായിട്ട്. 2ാമത് ഞാൻ പോയത് സദ്യ ഉണ്ണാനായിട്ടാണ്. അത് ഇവിടെ നടക്കുമെന്ന് അറിയില്ല. ഇനി ഒരു അപാരത ആയിക്കോട്ടെ, ഇനി ഒരു മണികണ്ഠൻ അപാരത, കട്ടക്കലിപ്പായിക്കോട്ടെ. നമുക്കൊരു ഫാസ്റ്റ് നമ്പറിൽ പിടിക്കാം. ഈ കട്ടക്കലിപ്പ് പാട്ട് അത് വിത്ത് ഒരു റാപ്പ് സോങ് ആണ്. അത് ഇവിടെ അത് ബീറ്റിൽ അത് പാടാൻ ഇതുകൊണ്ടാവില്ല. ഒരു ലൈറ്റ് പിടിച്ചല്ലോ നിഷാദേട്ടൻ പിടിച്ചു. അപ്പൊ എന്നാ ഞാൻ അടുത്ത് ഫാസ്റ്റ് ഇവിടെ ഉണ്ടോ? ഫാസ്റ്റ് നമ്മൾ ഇവിടെ വിട്ടുകൊടുത്തതാണ്. എന്നാലും ഒരു കട്ടക്കലിപ്പ് പിടിക്കാം. ഞാൻ അടുത്തിടെ ഹിറ്റായിട്ടുള്ള ഒരു പാട്ട് പാടാം. എന്റെ തന്നെ തെയ്തക എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അതിൽ പിടിക്കാം.
ആരാന്റെ കണ്ടത്തിലെ ആരാണ്ടാ കൊത്തണത്, ആരാന്റെ തെങ്ങും മേലെ ആരാണ്ടാ ചെത്തണത്. നല്ല ചങ്കാവിലെ കോരന്റെ കുട്ടിയാണ്, ഞാനാണ്ടാ പാടത്തെ കരുമടി മുത്താണ്. കളിക്കും കോരനും കടിഞ്ഞൂല് ഞാനാണ്ടാ, കാത്തൂനും ചിരുതയ്ക്കും ഞാനാണ്ടാ. നടകാളെ നേരം പോയി മുമ്പേരും മേനുണ്ട്, മാളോരെ കൂട്ടിട്ട് കൊയ്യാനും മേനുണ്ട്. തെയ്തക 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 തെയ്ത തെയ്തക 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 തെയ്ത. ഞാറ് മുങ്ങണ് വരമ്പ് മൂടണ് നേരം മങ്ങണ് കണ്ട, കോള് മുങ്ങണ് ഓള് മുങ്ങണ് ഓപ്പമുണ്ടണ് കണ്ട. താത്തി കൊയ്യണ് താളത്തി കൊയ്യണ് നീട്ടി കൊയ്യണ് കണ്ട, തൊട്ടി നിറയ്ക്കണ് കൊട്ട നിറയ്ക്കണ് നാഴി നിറയ്ക്കണ് കണ്ട. തെയ്തക 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 തെയ്ത തെയ്തക 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 തെയ്ത. താങ്ക് യു. കൂടി പാടിയതുകൊണ്ട് ഞങ്ങൾ വെറുതെ ഞാൻ അങ്ങനെ പാടി രക്ഷപ്പെടാന്ന് ഇല്ല, നടക്കില്ല. അല്ല, എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഈ വർഷം കഴിഞ്ഞ വർഷം കിട്ടിയത് കാന്താരയിലെ ഒരു വലിയൊരു പാട്ടാണ്. അപ്പൊ അത് ആദി തൊട്ടയുണ്ട് വാനം കുന്ന് ഭൂമി നീലക്കടലേ, ഏതൊരാൾക്കുമായി ദൈവം കരുണയോടെ തന്ന മുതലേ. ഓ കോട്ടമാളിക കെട്ടിമഞ്ഞിടം വാഴുന്നോരേ കാടു ചൊൽകയായി ജാഗ്രത. കാട്ടുതീയല വാനത്തോളം എത്തിയെ ആരണച്ചിടാനാളിടുന്നു തീയത. ചങ്കിലോ പെരുമ്പറ ആരോ പറഞ്ഞിടുന്നു ജാഗ്രത. ഒരുപാട് താങ്ക് യു. ഞങ്ങളെ ഈ അരമണിക്കൂറിന് സെഷൻ ഉണ്ടല്ലോ, അതങ്ങ് മുതലായി. താങ്ക് യു മീഡിയ. വളരെ ബ്യൂട്ടിഫുൾ ആക്കി തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, യെസ്, അപ്പൊ അങ്ങനെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പൊ ഞങ്ങള് വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ അതിഥികളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോ അതിഥികൾക്ക് മണികണ്ഠൻ അയ്യപ്പനും ഒപ്പം സന്നിധാനത്തിനും കയ്യിലെടുത്ത് അമ്മാനമാടിയ സായാഹ്നത്തിന്റെ ഒരു പകുതി ഇതാ കഴിയുകയാണ്.